1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എടവണ്ണയിലെ ഭക്ഷ്യസ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പരിശോധന ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അരഞ്ഞിക്കൽ അബ്ദുൽ ജലീൽ പറഞ്ഞു. മലപ്പുറം ജില്ലയിലടക്കം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതോടെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള സ്രോതസ്സുകളിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ബേക്കറികളിലും ആക്രിക്കടകളിലും തുടങ്ങി വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് എടവണ്ണ ഹെൽത്ത് ഇൻസ്പെക്ടർ അരഞ്ഞിക്കൽ അബ്ദുൽ ജലീലിന്റെ നേതൃത്വത്തിൽ എടവണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കിയത്. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി എടവണ്ണ പഞ്ചായത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 18-19 തീയതിയിലായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ ആഴ്ച പഞ്ചായത്തിലെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ടയർ പഞ്ചർ കടകൾ, ആക്രിക്കടകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇന്നും ഇന്നലെയൊക്കെയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച പൂർണ്ണമായിട്ടും ഇത്തരം പരിശോധനകൾ ഉണ്ടായിരിക്കും. നമ്മുടെ പഞ്ചായത്തിലെ തോട്ടങ്ങളിൽ, അത് റബ്ബർ തോട്ടമാണെങ്കിലും കവുങ്ങും തോട്ടമാണെങ്കിലും തെങ്ങിൻ തോട്ടമാണെങ്കിലും കൊതുക് വളരാനുള്ള വലിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ഭാഗമായി റബ്ബർ തോട്ടങ്ങളിലെ വെട്ടാത്ത റബ്ബർ തോട്ടങ്ങളാണെങ്കിൽ അവിടെയുള്ള ചിരട്ടകൾ എടുത്തു മാറ്റാനും, അതുപോലെ തന്നെ കവുങ്ങും തോട്ടങ്ങളിൽ പാളയിൽ വെള്ളം നിറഞ്ഞ് കൊതുക് വളരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പാളങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റാനും, തെങ്ങിൻ തോട്ടങ്ങളിൽ കേടുവന്ന തേങ്ങകളോ അല്ലെങ്കിൽ കൊപ്ര ആട്ടുന്നതിന് വേണ്ടി വെട്ടിയുള്ള ചിരട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത പകർച്ച തടയുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുവൻ നാട്ടുകാരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് കൂടി. നേരത്തെ പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. പരിശോധന ഒരാഴ്ച വരെ തുടരണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.